ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ്. അപ്പൊ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിന്റെ ആദ്യത്തെ യൂണിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, സോഷ്യൽ തിയറിയെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പൊ തിയറി എന്താണ്? നമ്മൾ സ്ഥിരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് തിയറി, അല്ലെ? ഇപ്പൊ എന്താണ് തിയറി എന്ന് പറയുന്നത്? പല ആൾക്കാരും തിയറിയെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ തിയറി എന്താണ്? ദ ടേം തിയറി ഈസ് ഇന്റർപ്രറ്റഡ് ഡിഫറെന്റ്ലി ബൈ വേരിയസ് പീപ്പിൾ. പക്ഷെ നമുക്ക് ജനറൽ ആയിട്ട് തിയറി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് എന്ന് പറയാം. തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻഡേറ്റീവ് ഐഡിയ ആണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ആശയമാണ്. അതെന്താണ്? കൺജക്ചേഴ്സ് ആണ്. കൺജക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഗസ് വർക്കാണ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അനുമാനത്തെ നമുക്ക് എന്തെന്ന് പറയാം? തിയറി എന്ന് പറയാം. ഒരു ഇന്റലിജന്റ് ഹഞ്ചാണ്. ഇന്റലിജന്റ് ഹഞ്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഗസ് ആയിട്ട് നമുക്ക് പറയാം. നമ്മളുടെ ഒരു പ്രൈവറ്റ് കൺവിക്ഷൻ ആയിട്ട്, നമ്മുടെ ഒരു സ്വകാര്യപരമായിട്ടുള്ള ഒരു തോന്നലായിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ്? ഒരു വൈൽഡ് ഹൈപ്പോത്തീസിസ് ആയിട്ട് നമുക്ക് പറയാം. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡേറ്റീവ് ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള വിശദീകരണത്തെയാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ലാത്ത, എവിഡൻസിലൂടെ പ്രൂവ് ചെയ്തിട്ടില്ലാത്ത താൽക്കാലികമായിട്ടുള്ള ഒരു ഗസ് വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സോഷ്യൽ തിയറി എന്ന് പറയുന്നത് എന്താകാം? വൈൽഡ് ഗസ്സും ആവാം. ഓക്കെ, അപ്പൊ തിയറിയെ പലരും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. തിയറിയെ നമുക്ക് എന്തെന്ന് പറയാം? ടെൻഡേറ്റീവ് ഐഡിയാസ് എന്ന് പറയാം, കൺജക്ചേഴ്സ് എന്ന് പറയാം, ഒരു ഇന്റലിജന്റ് ഗസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ഹഞ്ച് എന്ന് പറയാം, ഒരു പ്രൈവറ്റ് കൺവിക്ഷൻ ആണെന്ന് പറയാം, അതേപോലെ തന്നെ ഒരു വൈൽഡ് ഹൈപ്പോത്തീസിസ് ആണെന്ന് പറയാം. ഇതിന്റെ മലയാളം നോട്ട്സും കൂടെ ഞാൻ ഇട്ടുതരാം കേട്ടോ, അതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾ പക്കയാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറൽ ഡെഫിനിഷൻസ് ഓഫ് തിയറിയാണ്. തിയറിയുടെ ഒരു ജനറൽ ഡെഫിനിഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. എല്ലാ സ്റ്റേറ്റ്മെന്റും ഒന്നും വേണ്ട, ഞാൻ മാർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസെപ്ച്വൽ സ്കീമാണ്, അല്ലെ? ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ആണെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷനെ നമുക്ക് എന്തെന്ന് പറയാം? തിയറീസ് എന്ന് പറയാം. ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ വേൾഡിൽ സ്ഥിരമായിട്ട് നടക്കുന്ന പ്രതിഭാസങ്ങളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷനെ നമുക്ക് എന്തെന്ന് പറയാം? തിയറി എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ ഇവന്റ്, സ്ഥിരം നടക്കുന്ന ഒരു സോഷ്യൽ ഇവന്റ്, ഇവൻ നമുക്ക് കാണാം, അല്ലെ? സമരം നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ സമരം എന്താണ്? വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ സൂയിസൈഡ്സ് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്താണ്? സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോരോ പ്രതിഭാസങ്ങളാണ്, അല്ലെങ്കിൽ ഓരോരോ ഇവന്റ്സ് ആണ്. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ തിയററ്റിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യോളജിക്കൽ സെൻസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ പ്യുവർ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിൽ തിയറിയെ ഇങ്ങനെയല്ല ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ പറയുന്നത് സോഷ്യൽ തിയറീസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. തിയറി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ തിയറി എന്ന് പറയാം. അതേപോലെ തന്നെ 2 or അതിലധികമോ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? തിയറി എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്. ഇപ്പം പെട്രോൾ വാഹനങ്ങൾക്ക് വില കൂടുകയാണ്, ഇതൊരു വേരിയബിൾ ആണ്. പെട്രോളിന് വില കൂടുകയാണ്, ഇതൊരു വേരിയബിൾ ആണ്. പെട്രോളിന് വില കൂടുകയാണ്. പെട്രോളിന് വില കൂടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? പെട്രോൾ വാഹനങ്ങളുടെ വില കുറയും, പെട്രോൾ വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ വില കുറയും, അല്ലെ? അപ്പൊ ഇത് രണ്ടും 2 വേരിയബിൾസ് ആണ്. അപ്പൊ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിള് കുറയും, അല്ലെ? അപ്പൊ ഇവിടെ ആദ്യത്തെ വേരിയബിൾ പറയുന്നത് എന്താണ്? പെട്രോളിന്റെ വില കൂടുമ്പോൾ പെട്രോൾ വാഹനങ്ങളുടെ വില കുറയും. അപ്പൊ ഈ 2 വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഈ ഒരു തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പൊ 2 വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? തിയറി എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു ലേണിംഗ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് തിയറി എന്താണെന്ന് പറയാം. തിയറി മേ ഇൻവോൾവ് ലേണിംഗ് ന്യൂ ഹാബിറ്റ്സ്. പുതിയ ഹാബിറ്റ്, പുതിയ ശീലങ്ങൾ നമ്മൾ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, തിയറി എന്ന് പറയാം. അപ്പൊ തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, പഴയ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്, ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, ഫോക്കസിങ് ഓൺ വാട്ട് ക്യാൻ ബി ലേൺഡ്. നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ അടുത്ത പറയുന്നത് തിയറി ഈസ് എ സെറ്റ് ഓഫ് സിംബോളിക് കൺസ്ട്രക്ഷൻസ്. തിയറി എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് സിംബോളിക് കൺസ്ട്രക്ഷൻസ് ആണ്. സിംബോളിക് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിയറീസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അഥവാ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിയറീസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം തിയറി എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് സിംബോളിക് കൺസ്ട്രക്ഷൻസ് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, തിയറീസ് ഉണ്ടാക്കുന്നത്. അതുവഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്, അലോസ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എക്സ്പീരിയൻസസ്. മനുഷ്യര് എക്സ്പീരിയൻസ് ചെയ്യാത്ത എക്സ്പീരിയൻസസ്, മനുഷ്യര് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്ത പല എക്സ്പീരിയൻസസും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിലൂടെയാണ്, തിയറിയിലൂടെയാണ്. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സോഷ്യൽ പ്രതിഭാസത്തെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കി തരുന്നത് എന്തിലൂടെയാണ്, സോഷ്യൽ തിയറിയിലൂടെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കിയേ, തിയറീസ് ചില സമയത്ത് തിയറീസിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഒട്ടും വെരിഫൈഡ് അല്ലാത്ത, കൃത്യമായിട്ട് പരിശോധിച്ച് ശരിയാണ് എന്ന് ഉറപ്പാക്കാത്ത സ്റ്റേറ്റ്മെന്റിനെയാണ്, അല്ലെ നമ്മൾ ഊഹാപോഹങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും എവിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വെരിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എവിഡൻസ് സപ്പോർട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ തിയറീസിനെ നമുക്ക് എന്തെന്നും പറയാം, സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം. പിന്നെ ഇവിടെ പൊതുവെ മിക്ക സോഷ്യോളജിസ്റ്റുകളും അംഗീകരിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. എന്താണ്, എക്സ്പ്ലനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്, ടു ഓർ മോർ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾസ് തന്നെയാണ്. ഇപ്പൊ രണ്ടോ അതിലധികമോ കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിന്റെ എക്സ്പ്ലനേഷനെയാണ് എന്തെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. അതെന്തിന് മുകളിലാണ്, അത് വെറും ഒരു സിമ്പിൾ ഹൈപ്പോത്തീസിസ് അല്ല. സിമ്പിൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഒരു സ്പെക്കുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു വിശേഷണം മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, അതിന് മുകളിലാണ് എന്തെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. പക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോസിനും താഴെയാണെന്ന് നമുക്ക് പറയാം. അപ്പം ലോയേക്കാളും എന്താണ്, താഴെ നിൽക്കുന്ന, എന്നാൽ ഹൈപ്പോത്തീസിസിനേക്കാളും മുകളിൽ നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ തിയറി എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ കോൺസെപ്റ്റ്. അപ്പൊ ഒരു തിയറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടോ അതിലധികമോ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ കോൺസെപ്റ്റുകളുടെ റിലേഷൻഷിപ്പാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തിയറിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി അടുത്ത ഹെഡിങ്ങിൽ നോക്കാനുള്ള എന്താണ്, സ്പെസിഫിക് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, സയന്റിഫിക് ട്രഡീഷൻ ഓഫ് സോഷ്യോളജി. അപ്പം സോഷ്യോളജി സോഷ്യൽ തിയറിയെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ സോഷ്യൽ തിയറിയെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ തിയറിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ സോഷ്യൽ തിയറി എന്ന് പറയുന്നത്, സോഷ്യോളജിയിൽ സോഷ്യൽ തിയറി എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ഓഫ് ഡെഫിനിഷൻസ് ആണ്. സോഷ്യോളജിയിൽ കുറെ കോൺസെപ്റ്റുകളുണ്ട്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഒരുപാട് കോൺസെപ്റ്റുകൾ സോഷ്യോളജിയിൽ ഉണ്ട്. ആ സോഷ്യോളജിയിലുള്ള ടേംസിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എന്തിലൂടെയാണ്, ആ ടേംസിനൊക്കെ നമ്മൾ ഡെഫിനിഷൻസ് കൊടുക്കുന്നത് എന്തിലൂടെയാണ്, തിയറീസിലൂടെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ സിസ്റ്റം ഓഫ് ഡെഫിനിഷൻസ് ബേസ്ഡ് ഓൺ an orderly schema
ഡിഫൈനിങ് ആൻഡ് ഓർഡറിങ് ദ സോഷ്യോളജിക്കൽ വൊക്കാബുലറി. അപ്പൊ സോഷ്യോളജിയിലുള്ള എല്ലാ ടേംസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന തിയറീസിലൂടെയാണ്. ഓക്കെ ആണല്ലോ. ഇതിന്റെ കുറച്ച് മലയാളം നോട്ട്സും കൂടെ ഞാൻ തരാൻ കേട്ടോ. അതും കൂടെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ നോട്ട്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പോവുക. ഞാനൊരു മലയാളം നോട്ടും കൂടി ഇട്ടുതരാം. അതും കൂടെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താവും, പക്കയാവും. ഓക്കെ, ഈ വീഡിയോ കേട്ടിട്ട് വേണം മലയാളം നോട്ട്സ് വായിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോട്ട് വായിക്കാൻ. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻ. അപ്പൊ എന്താണ് തിയറി എന്ന് പറയുന്നത്? എന്താണ് സോഷ്യോളജിയിൽ തിയറി എന്ന് പറയുന്നത്? എന്താണ്? സോഷ്യൽ ഫിനമിനെ കുറിച്ചിട്ടുള്ള, സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസിനെയാണെന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസിനെയാണെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. അപ്പം സോഷ്യോളജിയിൽ തിയറി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സാമൂഹികമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന സാമൂഹികമായിട്ടുള്ള പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ് മാരേജ്, ഒരു സോഷ്യൽ ഫിനോമിനയാണ്. അപ്പൊ അതിനെ നമ്മൾ സോഷ്യോളജിക്കൽ ടേംസിലൂടെ, സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സിലൂടെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? തിയറി ആയിട്ട് മാറും. അപ്പൊ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസിനെയാണ്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞ സെന്റൻസ് ആണ് കേട്ടോ. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ സോഷ്യൽ ഫിനമിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പം ആ എക്സ്പ്ലനേഷനെ എവിഡൻസിലൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഫിനമിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷന് തക്കതായിട്ടുള്ള എവിഡൻസ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ പറയുന്നത് മെർട്ടൺ പറയുന്നതാണ് എന്താണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. മെർട്ടൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആണ്, നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് സോഷ്യോളജിക്കൽ തിയറി? റെഫേഴ്സ് ടു ലോജിക്കലി ഇന്റർ കണക്റ്റഡ് സെറ്റ് ഓഫ് പ്രപ്പോസിഷൻസ്. അപ്പൊ എന്താണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത്? സോഷ്യോളജിക്കൽ തിയറി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രപ്പോസിഷൻസ് ഉപയോഗിച്ചിട്ടാണ്, സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ്, സിംബോളിക് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിംബോളിക് സ്റ്റേറ്റ്മെന്റ്സ് ലോജിക്കലി എന്തായിരിക്കണം? ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ്, ഒരു തിയറി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ, ഒരു 10 സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു തിയറി പ്രസ്താവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും മൂന്നാമത്തെ സെന്റൻസും ഈ സെന്റൻസുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ള ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഫ്രം വിച്ച് എംപിരിക്കൽ യൂണിഫോമിറ്റീസ് ക്യാൻ ബി ഡിറൈവ്ഡ്. പിന്നെ ഇവിടെ പറയുന്നത് സോഷ്യോളജിക്കൽ തിയറീസ് സ്പെസിഫിക്കലി ഡീൽ വിത്ത് കോൺസെപ്റ്റ് സച്ച് എസ് സ്റ്റാറ്റസ്, റോള്, പവർ, പ്രസ്റ്റീജ് ആൻഡ് ആർ ഓഫൺ ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദർ ടെസ്റ്റബിലിറ്റി, പ്രഡിക്റ്റീവ് പവർ ആൻഡ് സോഷ്യോളജിക്കൽ റിലവൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ തിയറീസ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സ്റ്റാറ്റസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്? സ്റ്റാറ്റസ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്? സോഷ്യൽ റോൾസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള റോൾസ് ഉണ്ട്, അവർക്ക് അധികാരമുണ്ട്, പ്രസ്റ്റീജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടെസ്റ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, പ്രഡിക്റ്റീവ് പവറിന്റെ അടിസ്ഥാനത്തിലാണ്, സോഷ്യോളജിക്കൽ റിലവൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റോള് പറയാണ്, പവറിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് പവറിനെ കുറിച്ചിട്ടുള്ള തിയറി നമ്മൾ പറയാണ്, റോളിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, പവറിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ടെസ്റ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്ന എല്ലാ തിയറിയും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമുക്കതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് ശരിയാണ് എന്ന് അല്ലെങ്കിൽ തെറ്റാണോ എന്ന് ഉറപ്പാക്കാൻ സാധിച്ചിരിക്കണം. അതേപോലെ തന്നെ ആ തിയറീസിനെല്ലാം എന്തുണ്ടായിരിക്കണം? ഒരു പ്രഡിക്റ്റീവ് പവർ ഉണ്ടായിരിക്കണം. പ്രഡിക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു തിയറി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പം അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അവരുടെ റിലേഷൻ നമ്മൾ പഠിക്കുകയാണ്. പല സൊസൈറ്റിയിലും പോയിട്ട് ഈ 2 ആൾക്കാരുടെ അല്ലെങ്കിൽ 2 റോൾസിലുള്ള 2 ആൾക്കാരുടെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു തിയറി ഉണ്ടാക്കിയില്ലേ?
അപ്പൊ അച്ഛൻ മകളെ നന്നായിട്ട് നോക്കണം, നല്ല രീതിയിൽ കെയർ കൊടുക്കണം, നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് പഠിച്ചിട്ട് നമ്മളൊരു തിയറി ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ തിയറി നമുക്ക് എല്ലാ സൊസൈറ്റിയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരു തിയറിയിലൂടെ സാധിച്ചിരിക്കണം. അപ്പം ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും ഒരു അച്ഛനും മകളും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ആ തിയറിയിലൂടെ പറയാൻ സാധിക്കണം. അത് ആ തിയറിയിലൂടെ നമുക്ക് ആ റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ആ തിയറിക്ക് എന്തുണ്ടായിരിക്കണം, ഒരു സോഷ്യോളജിക്കൽ റിലവൻസ് ഉണ്ടായിരിക്കണം. സോഷ്യോളജിക്കൽ റിലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് വേണം നമ്മൾ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യാൻ. ഇപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മളൊരു തിയറി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ്. ആ തിയറി ആവശ്യമാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ആവശ്യമാണ്. അപ്പം സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള, സൊസൈറ്റിക്ക് റിലവൻ്റ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ തിയറിയാണ്. അപ്പോൾ ഒരു സോഷ്യൽ തിയറിയുടെ എന്താണ് സവിശേഷതകളാണ്, ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഫോർ എ തിയറി ടു ബി യൂസ്ഫുൾ, ഒരു തിയറി യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യോളജിയിൽ ആ തിയറി മീറ്റ് ചെയ്യേണ്ട കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ തിയറിയിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എന്താണ്, വെരിഫയബിൾ ആയിരിക്കണം. നമുക്ക് ആ തിയറീസിനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കണം, അതിനെ കൃത്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലെ, വെരിഫൈ ചെയ്ത ആ തിയറി ശരിയാണോ, വാലിഡ് ആണോ, ഇൻവാലിഡ് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അപ്പൊ തിയറി ഷുഡ് ബി ടെസ്റ്റബിൾ. തിയറീസ് എന്തായിരിക്കണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വിച്ച് ഈസ് കൺസിഡേർഡ് എ പ്രൈമറി ക്രൈറ്റീരിയ. അതാണ് ഒരു തിയറിയുടെ പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു തിയറി ആകണമെന്നുണ്ടെങ്കിൽ അത് വെരിഫയബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം. അടുത്തതായിട്ട് പറയുന്ന ഫീച്ചറാണ്, കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ കൺസിസ്റ്റൻസി. അപ്പം ദ പ്രപ്പോസിഷൻ വിത്തിൻ ദ തിയറി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, അല്ലെങ്കിൽ തിയറി നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിലൂടെയാണ്, പ്രപ്പോസിഷൻസ് ഉപയോഗിച്ചിട്ടാണ്, സെന്റൻസ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെ. അപ്പൊ ഒരു തിയറിയിൽ എന്തുണ്ടായിരിക്കും, പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്രപ്പോസിഷൻസ് എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് വിത്ത് വൺ അനദർ. അതായത് നമ്മളൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത് സെന്റൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഓരോ സെന്റൻസും എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ സെന്റൻസുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ല, ഒരു സെന്റൻസിന്റെ ഒരു ലോജിക്കൽ കണ്ടിന്യൂഷൻ ആയിരിക്കണം രണ്ടാമത്തെ സെന്റൻസ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ട്രൂ ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കണം, എപ്പോഴും ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകൾക്ക് എന്തുണ്ടായിരിക്കണം, ലോജിക്കൽ കൺസിസ്റ്റൻസിയും ലോജിക്കൽ കണക്ഷനും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്ലിയർലി ഡിഫൈൻഡ് കോൺസെപ്റ്റ്, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആയിരിക്കണം തിയറിയിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രപ്പോസിഷൻ മസ്റ്റ് ബി കൗസ്ഡ് ഇൻ ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി ഡിഫൈൻഡ് കോൺസെപ്റ്റ്. അപ്പം നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പോസിഷനിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട്, പ്രിസൈസ് ആയിട്ട് കോൺസെപ്റ്റിനെ എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം, ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിരിക്കണം. അടുത്ത എന്തുവാണ്, ഡെറിവേഷൻ ഓഫ് ജനറലൈസേഷൻ. ഒരു തിയറിയിലൂടെ നമുക്ക് എന്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കണം, ജനറലൈസേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചിരിക്കണം. ജനറലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മളൊരു തിയറിയിലൂടെ നമ്മളൊരു ജനറലൈസേഷനിലോട്ട് എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലായിടത്തും, എല്ലാ സൊസൈറ്റിയിലോട്ടും നമുക്ക് ആ തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുകയാണ്, അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു തിയറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തിയറിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, തിയറിയിൽ നിന്ന് നമുക്കൊരു ജനറലൈസേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചിരിക്കണം. ആ ജനറലൈസേഷൻ നമുക്ക് എല്ലാ സൊസൈറ്റിയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ സൊസൈറ്റിയിലും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൊസൈറ്റിയിലും അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എന്താണ്, തിയറീസിലൂടെ നമുക്കൊരു ജനറലൈസേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ തിയറി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം, ജനറലൈസ് ചെയ്യാൻ സാധിച്ചിരിക്കണം. എക്സിസ്റ്റിംഗ് ജനറലൈസേഷൻസ്, നിലവിലുള്ള തിയറി, അതാണ് എക്സിസ്റ്റിംഗ് ജനറലൈസേഷൻസ് എന്ന് പറഞ്ഞത്. ഷുഡ് ബി ഏബിൾ ടു ഡെഡ്യൂസ്ഡ് ഫ്രം
തിയറി. അപ്പം നിലവിലുള്ള എല്ലാ ജനറലൈസേഷൻസും നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തെടുത്തിരുന്നത് ഏതിലൂടെയാണ്? തിയറിയിലൂടെയാണ്. അപ്പൊ എന്താണ് ജനറലൈസേഷൻസ് എല്ലാം തന്നെ നമുക്ക് തിയറിയിലൂടെ ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ സാധിക്കുള്ളൂ? തിയറി എന്ന് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ പറയുന്ന പ്രൊവിഷണൽ നേച്ചറാണ്. A theory is inherently provisional and should allow for modification and revision in light of new insight. അപ്പൊ തിയറി എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷണൽ ആണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനൊരു സോഷ്യോളജിക്കൽ തിയറി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരു 2, 3, 4 വർഷം മാത്രമേ അതിന് എന്തുണ്ടായിരിക്കുള്ളൂ? വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതിന് എന്താവശ്യമാണ്? മോഡിഫിക്കേഷൻസ് ആവശ്യമാണ്. അല്ലെ, കാലം മാറുന്നതനുസരിച്ചിട്ട്, അല്ലെ, ട്രെൻഡ് മാറുന്നതനുസരിച്ചിട്ട്, സൊസൈറ്റി മാറുന്നതനുസരിച്ചിട്ട് അവിടെ എന്താവശ്യമുണ്ട്? മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. പുതിയ ഇൻസൈറ്റ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഴയ തിയറീസിനെ നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മോഡിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം എന്താണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം സിസ്റ്റമാറ്റൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. അപ്പൊ തിയറി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സിസ്റ്റമാറ്റിക് സിംബോളിക് കൺസ്ട്രക്ഷൻ ആയിരിക്കും. തിയറി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ലോജിക്കലി അതിലുള്ള പ്രപ്പോസിഷൻസ് തമ്മിലൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ലോജിക്കൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ആ തിയറിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും സാധിച്ചിരിക്കണം. അപ്പൊ ഇത് സിംബോളിക് കൺസ്ട്രക്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഓരോ തിയറീസും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന എന്തിലൂടെയാണ്? സെന്റൻസിലൂടെയാണ്, ലാംഗ്വേജിലൂടെയാണ്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിംബോളിക് കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തിയറിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എ തിയറീസ് ബിൽഡിംഗ് ബ്ലോക്ക്. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് തിയറിയിലുള്ളത് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു, കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തിയറിയിൽ പറയുന്നത്. അപ്പം കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ തിയറിയിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു തിയറിയിൽ എന്തുണ്ടായിരിക്കും? ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഉണ്ടായിരിക്കും, പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസുകൾ ഉണ്ടായിരിക്കും. സെന്റൻസ് വെച്ചിട്ടല്ലേ നമ്മൾ തിയറീസ് ഉണ്ടാക്കുന്നത്. ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറയുന്ന കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിഫൈൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ തിയറീസിൽ എന്തുണ്ടായിരിക്കും? അസംഷൻസ് ഉണ്ടായിരിക്കും. അസംഷൻസ് എന്ന് പറഞ്ഞാൽ അനുമാനങ്ങൾ ഉണ്ടായിരിക്കും, ഗസസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത്, അഥവാ ഒരു തിയറി നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ തിയറിയിലൂടെയാണ് സാമൂഹികമായിട്ടുള്ള പ്രതിഭാസങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്, അല്ലെ, ഒരുപാട് സോഷ്യൽ ഫിനോമിനാസ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കിലൂടെയാണ്, ഈ തിയറീസിലൂടെയാണ്. ഓക്കെയാണ്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? സോഷ്യോളജിക്കൽ തിയറിയിലൂടെയാണ്. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ തിയറിയാണ്. ഓൾറെഡി നമ്മൾ സോഷ്യൽ തിയറിയെ കുറിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. സോഷ്യൽ തിയറിയിൽ വരുന്ന കുറേയധികം ടേംസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ തിയറിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ തിയറിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ തിയറി ചോദിക്കുമ്പോൾ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം ഇതിലോട്ട് വരാൻ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? സോഷ്യൽ തിയറി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ബൈ പ്രൊവൈഡിങ് ദ നെസസറി സ്ട്രക്ചർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്വാൻസിങ് സോഷ്യോളജിക്കൽ നോളജ്. അപ്പൊ സോഷ്യോളജിക്കൽ നോളജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ അഡ്വാൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നെസസറി സ്ട്രക്ചർ ആവശ്യമാണ്. അപ്പം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഘടന ആവശ്യമാണ്. ആ ഘടനയിലൂടെ മാത്രമേ സോഷ്യോളജിക്കൽ നോളജിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ പുതിയ സോഷ്യോളജിക്കൽ നോളജിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു നെസസറി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യൽ തിയറിയാണ്. അപ്പൊ സോഷ്യൽ തിയറി ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ നോളജിനെ ജനറേറ്റ് ചെയ്യാനും
അതിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നെസസറി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ തിയറിയാണ്. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ തിയറിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് നോക്കാനുള്ളത്. ഒന്നാമത്തത് എന്താണ്? നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് താഴെ പറയുന്നത്. എക്സ്പ്ലെയിനിങ് ഫിനമിന. സോഷ്യൽ ഫിനമിനാസിനെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. സോഷ്യൽ ഫിനമിനാസിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. തിയറി ഈസ് എ ക്രൂഷ്യൽ ഫോർ എക്സ്പ്ലെയിനിങ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് ഓർ റിലേഷൻഷിപ്പ്. ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തിയറി എന്ന് പറയുന്നത് എന്താണ്? തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സെർവിങ് ആസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ നമ്മൾ സോഷ്യൽ തിയറീസിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ തിയറി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലൂടെ നമ്മൾ സോഷ്യോളജിക്കൽ ഡേറ്റാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് സോഷ്യൽ റിയാലിറ്റി. അപ്പം സോഷ്യൽ റിയാലിറ്റീസിന്റെ എല്ലാ സ്പെസിഫിക് ആസ്പെക്റ്റുകളും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? സോഷ്യൽ തിയറിയിലൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ തിയറി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലൂടെയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ രണ്ടാമത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ജനറേറ്റിംഗ് ന്യൂ റിസർച്ച് ആൻഡ് നോളജ്. നമ്മളിവിടെ മുകളിൽ എന്താണ് പറഞ്ഞത്? പുതിയ സോഷ്യോളജിക്കൽ നോളജിനെ എന്താണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സോഷ്യൽ തിയറി ഉപയോഗിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ജനറേറ്റിംഗ് ന്യൂ റിസർച്ച് ആൻഡ് നോളജ്. പുതിയ സോഷ്യോളജിക്കൽ നോളജും സോഷ്യോളജിക്കൽ റിസർച്ചും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിയറീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തിയറീസ് എന്താണ്? തിയറീസ് ആർ എസെൻഷ്യൽ ബിക്കോസ് ദേ ലീഡ് ടു ന്യൂ എംപിരിക്കൽ സ്റ്റഡീസ്. അപ്പം തിയറീസിലൂടെ നമ്മൾ എന്തിലോട്ട് പോകുന്നു? പുതിയ എംപിരിക്കൽ സ്റ്റഡീസിലോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഓൾറെഡി ഉള്ള തിയറീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ റിവൈസ് ചെയ്യുന്നു, അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്? ദേ ക്യാൻ ഓൾസോ ജനറേറ്റ് ന്യൂ എംപിരിക്കൽ സ്റ്റഡീസ്. അപ്പൊ ഇതിലൂടെ നമ്മൾ പുതിയ എംപിരിക്കൽ സ്റ്റഡീസ് ജനറേറ്റ് ചെയ്യുന്നു, പുതിയ ഹൈപ്പോത്തീസിസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഹൈപ്പോത്തീസിസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ പ്രശ്നത്തിന് നമ്മൾ എന്താണ്? ഒരു പരിഹാരം കണ്ടെത്തണം. അപ്പൊ നമ്മളുടെ ഒരു താൽക്കാലികമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന പരിഹാരത്തെയാണ് എന്ന് പറയുന്നത് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ താൽക്കാലികമായിട്ടുള്ള പരിഹാരത്തെ നമ്മൾ കൃത്യമായിട്ട് തെളിവുകൾ വെച്ചിട്ട് നമ്മൾ അതിനെ വെരിഫൈ ചെയ്ത് അതിനെ പ്രൂവ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? തിയറി ആയിട്ട് മാറുന്നത്. പിന്നെന്താണ്? ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓഫ് നോളജ് ആണ്. സമ്മേഷൻ ഓഫ് നോളജ്. അപ്പൊ എന്താണ് സമ്മേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത്? സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് എന്താണ്? പ്രൂവൺ സമ്മേഷൻ ഓഫ് റിസർച്ച് ആണ്. അപ്പൊ റിസർച്ചിലൂടെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഫൈൻഡിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്മേഷൻ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം പ്രൂവൺ ആയിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള സമ്മേഷൻ ഓഫ് റിസർച്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ലോസ് ഓഫ് സോഷ്യൽ ഫിനമിന. സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള ജനറലൈസ്ഡ് ലോസിനെ നമുക്ക് എന്തെന്ന് പറയാം? സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയാം. അപ്പൊ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് എന്താണ്? തെളിയിക്കപ്പെട്ട ഫൈൻഡിങ്സ് ഓഫ് റിസർച്ച് ആണ്. അപ്പൊ റിസർച്ച് നമ്മൾ സോഷ്യോളജിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവസാനം എന്തിലോട്ട് എത്തിച്ചേരും? ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരും, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സിലോട്ട് എത്തിച്ചേരും. അപ്പൊ തെളിയിക്കപ്പെട്ട ഫൈൻഡിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. പിന്നെന്താണ്? എക്സ്പാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്. തിയറി ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് എക്സ്പീരിയൻസസ് ദേ ഹാവ് നെവർ
പേഴ്സണലി എൻകൗണ്ടേർഡ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് എക്സ്പീരിയൻസസ് ദേ ഹാവ് നെവർ പേഴ്സണലി എൻകൗണ്ടേർഡ്. നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾ എൻകൗണ്ടർ ചെയ്യപ്പെടാത്ത എക്സ്പീരിയൻസസ് നമ്മളെ മനസ്സിലാക്കി തിരിക്കുക, അല്ലെ? അപ്പൊ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? സോഷ്യൽ തിയറിയിലൂടെയാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗൈഡിങ് അബ്സ്ട്രാക്ഷൻ. അപ്പം സോഷ്യൽ തിയറിയുടെ ഒരു ഫണ്ടമെന്റൽ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? is to employ humanistic imagination to reduce social phenomena to abstract principle. അപ്പൊ എന്താണ് ഹ്യൂമനിസ്റ്റിക് ഇമാജിനേഷനിലൂടെ സോഷ്യൽ ഫിനമിനെ റെഡ്യൂസ് ചെയ്ത് എന്താക്കി മാറ്റുക? അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റുക. സോഷ്യൽ തിയറിയുടെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനേഷനിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി സോഷ്യൽ തിയറിയുടെ സ്കോപ്പ് ആൻഡ് റേഞ്ച്. അതിന്റെ റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ സോഷ്യൽ തിയറി പറയുമ്പോൾ സോഷ്യൽ തിയറിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. അല്ല, അത് ലിമിറ്റഡ് ആയിട്ടുള്ളതൊന്നല്ല. നമ്മൾ എൻറ്റയർ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ വരും? ഈ പറയുന്ന സ്കോപ്പ് ഓഫ് തിയറിയിൽ വരും. അപ്പം നമ്മൾ പറയുന്ന യൂണിവേഴ്സിലുള്ള എല്ലാ പോയിന്റും, അല്ലെ, മൊത്തം യൂണിവേഴ്സ് തൊട്ട് സിംഗിൾ പോയിന്റ് വരെ എന്തിന്റെ കീഴിൽ വരും? ഈ പറയുന്ന തിയറിയുടെ കീഴിൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? ഇമ്പോർട്ടൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ തിയറിയിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് സോഷ്യൽ തിയറിയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള ടൈപ്സ് ഓഫ് സോഷ്യൽ തിയറിയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്സ് നമ്മൾ നോക്കുകയാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ടൈപ്സിലോട്ട് പോവാം. ഓക്കെ, നമുക്കിവിടെ വാഗ്നറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, സോഷ്യൽ തിയറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ വാഗ്നർ സോഷ്യോളജിക്കൽ തിയറിയെ 3 മേജർ കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒന്നാമത്തത് എന്താണ്? പോസിറ്റീവ് സോഷ്യോളജിക്കൽ തിയറി. പോസിറ്റീവ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ തിയറീസ് where authors consider and treat sociology as a natural science. അപ്പോൾ പോസിറ്റീവ് സോഷ്യോ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ഇത്. എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സോഷ്യൽ തിയറി ചോദിക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് വരാം. അപ്പം എന്താണ്? വാഗ്നർ സോഷ്യോളജിക്കൽ തിയറിയെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? പോസിറ്റീവ് സോഷ്യോളജിക്കൽ തിയറിയാണ്. അപ്പൊ ഇവിടെ തിയറീസിനെ ഓതർ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സയൻസസിനെയൊക്കെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നാച്ചുറൽ സയൻസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നാച്ചുറൽ സയൻസിന്റെ മറ്റൊരു പേരാണ് പോസിറ്റീവ് സയൻസ്. അപ്പം നമ്മളുടെ വസ്തുതകളെ കുറിച്ചിട്ട്, ഫാക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും നാച്ചുറൽ സയൻസിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പം നമ്മൾ ഫിസിക്സ് എങ്ങനെ പഠിക്കുന്നു, കെമിസ്ട്രി എങ്ങനെ പഠിക്കുന്നു, ബയോളജി എങ്ങനെ പഠിക്കുന്നു, അതേപോലെ വേണം എന്തും പഠിക്കാൻ, സോഷ്യോളജിയും പഠിക്കാം. അപ്പം ഇവിടെ എന്താണ്? ദീസ് ആർ തിയറീസ് വെർ ഓതർ കൺസിഡർ ആൻഡ് ട്രീറ്റ് സോഷ്യോളജി ആസ് എ നാച്ചുറൽ സയൻസ്. ഈ ഒരു തിയറി എന്താണ് പറയുന്നത്? സോഷ്യോളജിയെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഒരു നാച്ചുറൽ സയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിൽ വരുന്നതാണ് നിയോ പോസിറ്റിവിസം, ഹ്യൂമൻ എക്കോളജി, എക്കണോമിക് ഡിറ്റർമിനിസം, സോഷ്യൽ ബിഹേവിയറിസം, ബയോസൈക്കോളജിക്കൽ തിയറി ഓഫ് കൾച്ചർ. ഇതെല്ലാം സോഷ്യോളജിയുടെ ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ സോഷ്യോളജിയിൽ വരുന്ന ഏരിയാസ് ആണ്. ഇതൊക്കെ ഇവിടെ ഈ ഏരിയാസിന്റെ ഒക്കെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയുള്ള അപ്രോച്ചാണ്? ഒരു പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ എന്ത് അപ്രോച്ചസ് ആണ് ഉപയോഗിക്കുന്നത്? ആ അപ്രോച്ചസ് ആണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത് എന്താണ് പറയുന്നത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, the authors of interpretive sociology. അപ്പൊ these theories contrast with natural sciences. അപ്പൊ നാച്ചുറൽ സയൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? നമ്മൾ ഈ പറയുന്ന ഇന്റർപ്രറ്റീവ് സോഷ്യോളജി വരുന്നത്. എക്സാമ്പിൾ ഓഫ് സച്ച് തിയറീസ് ഇൻക്ലൂഡ് സിംബോളിക് ഇന്ററാക്ഷൻ, ഇന്റർപ്രറ്റീവ് സോഷ്യൽ ആക്ഷൻ ആൻഡ് ഫിനോമിനോളജി. ഇത് കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൊസൈറ്റിയില് വ്യക്തികളുടെ കൾച്ചറിനും അവരുപയോഗിക്കുന്ന ലാംഗ്വേജിനും ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ
പോസിറ്റീവ് സോഷ്യോളജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? സോഷ്യോളജി, സോഷ്യൽ തിയറി ദാറ്റ് ആർ നെയ്തർ നാച്ചുറൽ നോർ ഇന്റർപ്രറ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഇന്റർപ്രറ്റീവും അല്ല നാച്ചുറലും അല്ലാത്ത സോഷ്യൽ തിയറീസ് ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ എന്താണ് വരുന്നത് ഇതിനകത്ത്? ദീസ് ആർ തിയറീസ് ഹൂസ് ഓതേഴ്സ് ഡു നോട്ട് ബിലോങ് ടു ദ അതർ ടു കാറ്റഗറീസ്. അപ്പം ഈ തിയറീസിൽ വരുന്നത് എന്താണ്? ഇതിലുള്ള ഓതേഴ്സ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നില്ല? നാച്ചുറൽ സയൻസിലും വരുന്നില്ല, അല്ലെങ്കിൽ നാച്ചുറൽ സോഷ്യോളജിയിലും വരുന്നില്ല, ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലും വരുന്നില്ല. അങ്ങനെ വരുന്ന കുറച്ചധികം തിയറീസ് ആണ് ഡയലറ്റിക്കൽ തിയറി. നമ്മൾ മാർക്സിസം ഒക്കെ പഠിക്കുമ്പോൾ അത് പഠിക്കും. ഐഡിയോളജിക്കൽ സോഷ്യൽ തിയറി, ഹിസ്റ്റോറിക്കൽ തിയറീസ് എല്ലാം വരുന്നത് എവിടെയാണ്? ഇത് രണ്ടുമല്ലാത്ത കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ടൈപ്സ് ഓഫ് സോഷ്യൽ തിയറി ഒക്കെ ചോദിക്കുമ്പം നമ്മൾ വാഗ്നറിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ടൈപ്സും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറൈസേഷൻ ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിലുള്ള ജനറൽ കാറ്റഗറൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സോഷ്യൽ തിയറി ഹാസ് ബീൻ റെഫേർഡ് ടു ഇൻ സെവറൽ വേസ്. അപ്പൊ സോഷ്യൽ തിയറീസ് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? ക്ലാസിക് വർക്ക് ഓർ all of better sociological writings of the older generation, which is often referred to as theory. ഇപ്പൊ ക്ലാസിക് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓൾറെഡി സോഷ്യോളജിയിൽ കുറേയധികം ക്ലാസിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സോഷ്യോളജിക്കൽ റൈറ്റിംഗ്സ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പം ആരുടെയൊക്കെ അഗസ്റ്റ് കോംറ്റെ പറയാം, ദുർക്കെയിം പറയാം, മാക്സ് വെബർ പറയാം, കാൾ മാർക്സ് പറയാം. ഇവരൊക്കെ എന്താണ്? ഓൾഡർ ജനറേഷനിലുള്ള സോഷ്യോളജിക്കൽ റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ തിയറീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസിക് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. സോഷ്യൽ തിയറി വിച്ച് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സോഷ്യൽ തിയറി? വിച്ച് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന. സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റഡി. അതും എന്തിലും വരും? ഒരു തിയറിയിൽ വരും. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഒരു ടൈപ്പ് ഓഫ് തിയറിയിൽ വരുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഇൻ സയന്റിഫിക് ട്രഡീഷൻ സോഷ്യൽ തിയറി റെഫേഴ്സ് ടു ടു റിലേറ്റഡ് മീനിങ്. അപ്പൊ സയന്റിഫിക് ട്രഡീഷനിൽ സോഷ്യൽ തിയറിക്ക് എന്താണ്? രണ്ട് റിലേറ്റഡ് മീനിങ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് ഡെഫിനിഷൻസ് ബേസ്ഡ് ഓൺ ആൻ ഓർഡർലി സ്കീമ ഓഫ് ഡിഫൈനിങ് കോൺസെപ്റ്റ് ദാറ്റ് കംപ്രൈസ് ദ സോഷ്യോളജിക്കൽ വൊക്കാബുലറി. ഇത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞതാണ്. അതായത് നമ്മൾ സോഷ്യോളജിക്കൽ ട്രഡീഷനെ അല്ലെങ്കിൽ സോഷ്യൽ തിയറിയെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? സിസ്റ്റം ഓഫ് ഡെഫിനിഷൻസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യോളജിയിലുള്ള കോൺസെപ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ ടേമുകൾ, സോഷ്യോളജിക്കൽ വൊക്കാബുലറി കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന സിസ്റ്റം ഓഫ് ഡെഫിനിഷനിലൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ തിയറിയിലൂടെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസ് അബൌട്ട് ദ സോഷ്യൽ വേൾഡ് ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ എവിഡൻസ്. അപ്പൊ നമ്മളിത് ഓൾറെഡി മുന്നേ പറഞ്ഞാണ്. എന്താണ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസ്? സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ്, അതിനാണ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? നമ്മുടെ മുന്നിലുള്ള ഈ ഒരു സോഷ്യൽ വേൾഡിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ സോഷ്യൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ്സിനെ എന്ത് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം? എവിഡൻസസ് വെച്ചിട്ട് നമ്മൾ ആ ആർഗ്യുമെന്റിനെ പ്രൂവ് ചെയ്യണം. അപ്പൊ എവിഡൻസസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്ന സോഷ്യൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള പ്രപ്പോസിഷൻസിനെയാണ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ തിയറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ സോഷ്യൽ തിയറിയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് യൂണിറ്റ് 2 ആണ്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക്